നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് നൽകണമെന്ന ദിലീപിന്റെ അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും നടപടിക്രമം പാലിച്ചില്ല എന്നുമായിരുന്നു ദിലീപിന്റെ വാദം. സിംഗിൾ ബെഞ്ചിന്റേത് അനുബന്ധ ഉത്തരവാണെന്ന് അതിജീവിത കോടതിയെ അറിയിച്ചു. അതിജീവിതയെ പിന്തുണച്ച വനിതാ സാംസ്കാരിക പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കി. മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പുകൾ അതിജീവിതയ്ക്ക് നൽകണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപ് നൽകിയ അപ്പീലാണ് ഹൈക്കോടതി അവധിക്കാല ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റിയത്. സിംഗിൾ ബെഞ്ച് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യം ഉന്നയിക്കാനാവില്ല എന്നുമായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമെന്നും 8ാം പ്രതി ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. പ്രധാന ഹർജിക്കൊപ്പമുള്ള അനുബന്ധ ഉത്തരവാണ് സിംഗിൾ ബെഞ്ചിന്റേത് എന്നായിരുന്നു അതിജീവിതയുടെ അഭിഭാഷകന്റെ മറുപടി. പ്രത്യേക ഹർജിയായി പരിഗണിക്കണോ എന്ന കാര്യം സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മെയ് 30-ന് ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിജീവിതയുടെ അഭിഭാഷകൻ. അതിജീവിതയെ പിന്തുണച്ച് വനിതാ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നു. മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ ശക്തമായ നടപടി വേണമെന്ന് വനിതാ സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ്. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവർ പ്രതിക്ക് അനുകൂലമായി നിൽക്കുന്നു. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. കോടതികൾ നീതിയുടെ പക്ഷത്താണെന്ന് ഉറപ്പിക്കാൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും വനിതാ സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കൊച്ചി.